പാർട്ടിയിൽ ഒരു തരം ആശയ വ്യതിയാനം വന്നുകൊണ്ടിരിക്കുന്നു. ആൾക്കാർ പാർലമെൻ്ററി വ്യാമോഹം പാർട്ടിക്കുള്ളിൽ കൂടി വരികയാണ്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലേ ഇത്? ഒന്ന്, ജെയിംസിൻ്റെ നിരീക്ഷണം, എം വി രാഘവൻ ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങളുണ്ട്, ഗൗരിയമ്മയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിനേക്കാളും വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ കുറേ പേര് കൊല്ലത്തും കണ്ണൂരും ഒക്കെ ആയിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നൊരു നിരീക്ഷണം പാലക്കാടും എന്ന് പറഞ്ഞു. ഞാനതിനെ പൂർണ്ണമായും അതിനോട് വിയോജിക്കുകയാണ്. അപ്പോൾ ഗൗരിയമ്മയുടെ പേരിലുള്ള നടപടിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴത്തേക്ക് വലിയ സങ്കടത്തോടും ദേഷ്യത്തോടും കൂടി എന്തൊക്കെയായി സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ബെറ്റി ഞാനുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടു, അതിനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ചു. എനിക്ക് വ്യക്തിപരമായ വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ വ്യക്തിപരമായ വിഷമം ഉണ്ടാകുമ്പോഴും പാർട്ടിയാണ് ഞങ്ങൾക്ക് വലുത്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സങ്കല്പം. ആ പ്രതിഭാസങ്ങളും പ്രശ്നങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഒരു പ്രശ്നമേ അല്ല. ഗൗരിയമ്മ പറയാൻ പറ്റുമോ? അതാണ് ഞാൻ വിശദീകരിക്കുന്നത്. അപ്പോൾ ഗൗരിയമ്മ പ്രതിഭാസം, എം വി രാഘവൻ പ്രതിഭാസമൊക്കെ ഇതിനെ അപേക്ഷിച്ച് എത്രയോ വലിയ പ്രശ്നമായിരുന്നു. അതിനെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞ പാർട്ടിക്ക് ഇപ്പോഴത്തെ സംഭവവാസം നേരിടാൻ യാതൊരു പ്രയാസവുമില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വീണ്ടും പാർലമെൻ്ററി രംഗത്ത് വരണം. പാർലമെൻ്ററി രംഗവുമായി ബന്ധപ്പെട്ടാണ് എം വി രാഘവൻ പ്രശ്നം ഉണ്ടാകുന്നത് രാഷ്ട്രീയമായ വിഷയമാണ്. അല്ല, അത് മുകളിലത്തെ തട്ടിലാണ് ആ അഭിപ്രായ ഭിന്നത വന്നത്. ഇത് താഴെ തട്ടിൽ വരുന്നത് പാർട്ടിയുടെ കാഡർ ബേസിൻ്റെ ഇടയിൽ നിന്ന് പ്രമുഖ നേതാക്കൾക്കെതിരെയാണ്. ഫോർ എക്സാമ്പിൾ, മറ്റേ പയ്യന്നൂരിലും തളിപ്പറമ്പിലൊക്കെ ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണ് അവിടെ സ്ഥാനാർത്ഥി. അപ്പോൾ അവർക്കെതിരെയാണ് ടി കെ ഗോവിന്ദൻ. അവർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്, കുറഞ്ഞ ആളല്ല. കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയാവുന്നു. കുഞ്ഞികൃഷ്ണൻ വലിയ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് പാർട്ടിയുടെ കോട്ടയിൽ, കണ്ണൂർ കോട്ടയിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാക്കിയത് ഇപ്പോൾ എം വി രാഘവന് ശേഷം അങ്ങനെ ഒരു ഇത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇത്രയും വലിയൊരു അല്ല. ഇതിൽ രണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, ഒന്ന്, ഞാൻ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് എനിക്ക് പറയാനുള്ളത്, എം വി രാഘവൻ പ്രശ്നവും ഗൗരിയമ്മ പ്രശ്നവും കൈകാര്യം ചെയ്ത് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി അവസാന കാലത്ത് എം വി രാഘവനും ഗൗരിയമ്മയും പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ തയ്യാറായി വരികയും ചെയ്തു. അത്രയും വന്നോ? ഉറപ്പായിട്ട് വന്നു. ഞങ്ങൾ തമ്മിൽ തന്നെ സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം പാർട്ടിക്ക് അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ എനിക്ക് വളരെ വലിയ പ്രതിഷേധം എൻ്റെ സുഹൃത്ത് ജെയിംസിൻ്റെ ഒരു പ്രയോഗത്തോടുണ്ട്. എന്താ അത്? എം വി ഗോവിന്ദൻ മാഷിയുടെ ഭാര്യ ശ്യാമള ടീച്ചർ, നമ്മൾ ഈ സമൂഹത്തിൽ മറ്റുള്ളവർ ഉന്നയിക്കുന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ അല്ലല്ല, ആ പ്രയോഗം തെറ്റാണ്. നമ്മളുടെ സമൂഹം പാട്രിയാർക്കലാണ്, ആണധികാര പ്രമത്തമാണെന്നുള്ളത് കൊണ്ടാണ് ഒരു സ്ത്രീ വരുമ്പോൾ ഉടനെ ആ സ്ത്രീയുടെ ഭർത്താവാര്, അച്ഛനാര്, സഹോദരനാര് എന്ന് പറയുന്നത്. ഈ ഒരു ആരോപണം ആദ്യം ഉയർത്തിക്കൊണ്ടുവന്നത് CPM പോലുള്ള പാർട്ടികളാണ്. ഇപ്പോൾ കെ കരുണാകരൻ്റെ മക്കൾ മുരളീധരനും പത്മജയും രാഷ്ട്രീയത്തിൽ വരുന്നു. മക്കൾ രാഷ്ട്രീയത്തെക്കുറിച്ചും അങ്ങനെയുള്ള ഒരു ഡൈനാസ്റ്റി റൂൾ, ഇന്ദിരാഗാന്ധിയുടെ മക്കൾ രാജീവ് ഗാന്ധിയും പിന്നീട് രാഹുൽ ഗാന്ധിയൊക്കെ വന്നതിനെ CPM ഒരു കാലത്ത് ഏറ്റവും ശക്തമായി വിമർശിച്ചിരുന്നു. സഖാവ് ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ ആയതുകൊണ്ട് പൊടുന്നനെ ഒരു സ്ഥാനാർത്ഥിയായി വന്നതല്ല. പ്രതിപക്ഷത്തിന്റെ തെറ്റായ ഒരു നിഗമനം ചോദ്യമായിട്ട് ഉന്നയിക്കാം. അപ്പം അതിനകത്തുള്ള പ്രയോഗം അതിപ്പം ഒരുപാട് പേര് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ കാണുകയാണ്, സ്ത്രീ എന്ന് പറഞ്ഞാലേ അപകടമാണ്. സ്ത്രീ നമ്മുടെ സമൂഹത്തിന്റെ ബോധം, സമൂഹം പലപ്പോഴും ചർച്ച ചെയ്യുന്നത് അങ്ങനെയാണ്. ചുരുക്കത്തിൽ ഈ ചില ജില്ലകളിൽ വന്നിട്ടുള്ള ഈ പുതിയൊരു പ്രതിഭാസം അത് പാർട്ടിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.